People have taken to the streets in Slovakia. This march was in Bratislava, but there were others in dozens of other towns and cities as people paid their respects to a journalist and his girlfriend who were shot dead in a suspected contract murder. The deaths have shaken this small country to the core, raising questions about links between organised crime and politics, even threatening the future of its coalition government. കംഫർട്ടബിൾ ആക്കി. പിന്നെ കൂടുതൽ സംസാരിച്ചപ്പോഴും ഞാൻ ജേർണലിസ്റ്റെ കുറിച്ചൊന്നും അധികം സംസാരിച്ചില്ല. ഇടയ്ക്കൊക്കെ ഉണ്ട്. എനിക്ക് എവിടെ പറയണം എന്ത് പറയണം എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം ഈ കില്ലിംഗ് ഓഫ് എ ജേർണലിസ്റ്റ് അവരുടെ ഒരു കൊളീഗിൻ്റെ മരണത്തേക്കും കുറിച്ചാണ്. സോ എപ്പോഴും അവരത് തന്നെ ഇന്ന് കേട്ടോണ്ടിരുന്നു മൊത്തം 2 ദിവസമായിട്ട്. ലൈക്ക് ഒന്നും കൂടെ വീണ്ടും അതിനെക്കുറിച്ച് അവരുടെ പേഴ്സണൽ ടൈമിലും കൂടെ കയറി ഇൻ്റർഫിയർ ചെയ്ത് അതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിയല്ല. നമ്മൾ വീണ്ടും ഒരാളുടെ ലോസിനെ കുറിച്ച് ഇതാക്കി അങ്ങനെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഐ വാസ് എക്സൈറ്റഡ്. ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ ഒരു പോയിന്റ് ഇവരുടെ ജേർണലിസ്റ്റിക് എത്തിക്സ് എന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് ശരിക്കും അവിടെ വർക്ക് ചെയ്തത് എന്നെ അവിടെ പ്രൊജക്റ്റ് ചെയ്യുക എന്നൊരു സാധനമാണ് എനിക്ക് അവിടെ വർക്കായത്. പവലയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടാമെന്നുള്ളത് എനിക്ക് അവിടെ സെക്കൻഡറി ആയിരുന്നു. എന്നെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ളവരുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുക എന്നൊരു സാധനമാണ് എനിക്ക് അവിടെ വർക്കായത്. അതൊരു ഇത് പറ്റിപ്പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ബഹുമാനരെ, ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുറച്ച് മുമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഈ അന്താരാഷ്ട്ര മാധ്യമോത്സവം നമുക്ക് ഒരു ചരിത്ര സംഭവമാക്കണം. സഹോദരീ സഹോദരന്മാരെ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ 175-ാം വാർഷികം ഗ്ലോബൽ മീഡിയ ഫെസ്റ്റിവലായി മീഡിയ അക്കാദമി ആഘോഷിക്കുന്നത് സന്തോഷകരമായ കാര്യമാണ്. മലയാള മാധ്യമ പ്രവർത്തനം ആരംഭിച്ചിട്ട് 175 വർഷമാവുകയാണ്. ഇത് ഓർമ്മിപ്പിക്കും വിധം 175 ദിവസം നീണ്ടു നിൽക്കുന്ന മാധ്യമോത്സവമാണ് നടക്കുന്നത് എന്നത് അങ്ങേയറ്റം ഔചിത്യപൂർണമായ കാര്യമാണ്. നമ്മളിന്ന് ഒത്തുകൂടിയവർ മാത്രമല്ല, കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള മാധ്യമപ്രവർത്തകരെയും മാധ്യമ വിദ്യാർത്ഥികളെയും സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണയോടുകൂടിയിട്ട് നമുക്ക് ഈ ഗ്ലോബൽ മീഡിയ ഫെസ്റ്റിവൽ കേരളം കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരു മാധ്യമോത്സവമാക്കുമെന്ന് നമുക്ക് കൂട്ടായിട്ട് ഈ വേളയിൽ പ്രഖ്യാപിക്കാം. തമസ്കരിക്കപ്പെടുന്ന വികസ്വര രാജ്യങ്ങളിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആഘോഷത്തിൻ്റേതായ സന്ദേശം അതിലുണ്ട്. സാമ്രാജ്യത്വത്തിൻ്റെ മൂലധനാധിഷ്ഠിതമായ മാധ്യമാധിപത്യത്തിൻ്റെ ആ മാധ്യമാധിപത്യത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയ സ്വരവും ആ ശീർഷകത്തിൽ അടങ്ങിയിട്ടുണ്ട്. Pavla holcova is contributing to protect the press freedom and democracy of different countries, and also doing this profession without fear. That is a hope for all who is believing in democratic system. On behalf of the organizers, once again I would like to welcome Pavla, and also I would like to congratulate Pavla Holcova, the award winner of Media Person of the Year by Media Academy. ലോകത്തെമ്പാടും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കപ്പെട്ട ധീരരായ പത്രപ്രവർത്തകരുടെ സ്മരണകൾക്ക് മുൻപിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ മീഡിയ അക്കാദമിയെ ജനാധിപത്യ സമൂഹത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
I think journalism is great job. It's very frustrating, very tiring, but it could be quite rewarding. So je pod povrchom, niečo zlé je v samých základoch nášho štátu. I mean, for me, that's the best job I can have. Because you learn so many things and we are probably wrong as a journalist in making like general statements, you know, we call it the system. But part of the system are many people who want to do their job properly. There are judges who would like to do their job properly, or prosecutors or policemen, but because of the leadership, they can't. ആക്ച്വലി എനിക്ക് പാവ്ല ഹോൾഷോവയെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഈ ഫെസ്റ്റിൻ്റെ ഗ്ലോബൽ മീഡിയ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ബുള്ളറ്റിൻ്റെ അവരുടെ ഒരു പ്രൊഫൈൽ റെഡിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവരെക്കുറിച്ച് വായിക്കുമ്പം കുറേ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സിൻ്റെ ഒക്കെ പുറകിൽ അവരുണ്ട്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര വലിയ സംഭവമെന്നൊക്കെ അറിയാവുന്ന കുറേ പേപ്പേഴ്സിൻ്റെ ഒക്കെ പുറകിൽ ഇവരുണ്ടെന്ന് മനസ്സിലായി. അപ്പം ആക്ച്വലി ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം ഇതുപോലെ ഇത്രയ്ക്കും വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റിൻ്റെ അടുക്ക ചെന്ന് സംസാരിക്കണം എന്ന് പറയുമ്പം എന്തെങ്കിലും അബദ്ധം നമ്മൾ പറയുമോ, മണ്ടത്തരം പറയുമോ, ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷേ അവർ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കി. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നമുക്ക് സംസാരിക്കാൻ പറ്റും, നമ്മളെ കംഫർട്ടബിൾ ആക്കി. അത് ഭയങ്കര ഒരു പോയിൻ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പാവ്ല ഹോൾഷോവയായിട്ടുള്ള ആ 2 ദിവസം സ്പെൻഡ് ചെയ്തത്. ഷൂട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് വിഘ്നേഷ്. ഞാനിവിടെ കേരള മീഡിയ അക്കാഡമിയിലൊരു ജേർണലിസം വിദ്യാർത്ഥിയാണ്. ഇതിനു മുമ്പ് ജേർണലിസമായിട്ടൊരു ബന്ധമില്ലാത്ത മേഖലയിലാണ് പഠിച്ചിരുന്നതൊക്കെ. മാത്സിലായിരുന്നു ഡിഗ്രി, അത് കഴിഞ്ഞ് ഫിലോസഫിയിലൊരു PGയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ജേർണലിസം രംഗത്തേക്ക് വരുന്നത്. എഴുതുക എന്നുള്ളൊരു, അല്ലെങ്കിൽ എഴുതാനുള്ളൊരു താല്പര്യം കൊണ്ടാണ് ജേർണലിസത്തിലേക്ക് വരുന്നത്. അവിടെ നിന്ന് എനിക്കിപ്പോൾ ഹിന്ദുവിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, സബ് എഡിറ്ററായി സെലക്ഷൻ കിട്ടി. അവിടെ കയറാൻ നിൽക്കുമ്പോൾ ഇവിടെ കേരള മീഡിയ അക്കാഡമി പഠിപ്പിച്ചു തന്ന കുറേ കാര്യങ്ങൾ, കേരള മീഡിയ അക്കാഡമിയിലെ പല പരിപാടികളിൽ പങ്കെടുത്തും അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപെട്ടും പഠിച്ച കുറേ കാര്യങ്ങൾ ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പാവലേനെ കണ്ടത് കേരള മീഡിയ അക്കാഡമി സംഘടിപ്പിച്ച ഗ്ലോബൽ മീഡിയ ഫെസ്റ്റിവലിലാണ് പാവ്ല ഹോൾസോവ. മീഡിയ അക്കാഡമി 2022 മാധ്യമ മീഡിയ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത് ആദരിച്ച ജേർണലിസ്റ്റാണ് പാവ്ല ഹോൾസോവ. പാവ്ലയുടെ കാര്യം പറഞ്ഞു. പാവ്ലയുടെ റിപ്പോർട്ട് കൊണ്ട് സ്ലോവക്യയിലെ ഒരു ഗവൺമെൻറ് താഴെ വീണു. അവിടുത്തെ പോലീസ് ഓഫീസർ, പോലീസ് മേധാവി ആത്മഹത്യ ചെയ്തു. 10 ജഡ്ജിമാർക്കെതിരെ കേസുണ്ടായി. so those people are the breaking point. You know, if we as a journalist wouldn't support them, wouldn't find them and wouldn't talk to them, they would probably go to the dark side or to the bad side. But they are there, you know, and among them are the brave ones, you know, like the investigator of Jano Kuciak murder. You know, there was a lot of pressure on him not to investigate from his supervisors and superiors. But he did, because he was not corrupt and he believed that doing the job properly is much better, even fighting the system, than be silent. And I think there are many more people like this. So even when we feel like it's lost and the system is corrupt and we can't do anything about it, there are always things we can.
സ്ലോവിലെ ഗവൺമെൻറ്റിനെ നയിച്ച പ്രധാനമന്ത്രിയും ഇറ്റാലിയൻ മാഫിയയുമായിട്ടുള്ള ബന്ധമായിരുന്നു പാവ്ലയുടെ സ്നേഹിതനായ മാധ്യമപ്രവർത്തകൻ്റെ കൊലപാതകത്തിന് ഇടയാക്കിയത്. അതിൻ്റെ വിവരങ്ങളാണ് അവർ പുറത്തു കൊണ്ടുവന്നത്. ഇതിൻ്റെ ഭാഗമായി ആ പ്രധാനമന്ത്രിക്ക് അവിടെ രാജിവെക്കേണ്ടി വന്നു, ആ സർക്കാരിന് രാജിവെക്കേണ്ടി വന്നു. Je to len ukážka toho, ako veľmi ďaleko zašla situácia na Slovensku s prepojením s mafiou a s korupciou. A myslím si, že to stačilo. Posledná kvapka. The two were found shot dead in their home. He had been part of a team investigating links between mafia corruption and Slovak politicians, including some in Fico's office. In the last few days, protesters took to the streets, jangling their keys, a traditional Slovak gesture asking for someone to leave. Furious Slovaks have flooded the streets to push for accountability, while his colleagues helped finish and publish the story he'd been working on. Peter Barty was his editor at Actualite SK. He joins us from Bratislava. Peter, the murder of a journalist anywhere enrages all of us. But what about these deaths in particular has so enraged the people of Slovakia? Murder of Jan was a shock not only for journalists and for my colleagues, it was shock for all citizens in Slovakia, especially for majority of our citizens, because we didn't have any experience with murder of journalists. It's first time in the history of Slovakia and history in Czechoslovakia as a previous state that somebody killed journalists in our state. So it was shock for us because for many Slovaks is free journalism one of pillar of democracy. പല ലോകം കണ്ട് പല രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഘടനയല്ല അവരുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരാളുമായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പ്ലാൻ ചെയ്തിട്ടില്ല. അതായത് നമ്മളിവിടെ വർക്കിൻ്റെ ഇടയിലാണ്, ഒരു ലൈക്ക് ഗസ്റ്റ് റിലേഷൻ അല്ല, നമുക്ക് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനൊരു സാഹചര്യം കിട്ടുമെന്നുണ്ടായിരുന്നില്ല. അത് ഡോക്യുമെൻ്ററി സ്ക്രീനിങ്ങിൻ്റെ ഇടയിൽ സംസാരിക്കാൻ ചോദ്യം ചോദിക്കാനുള്ള അവസരം എന്നൊരു സാധനം മാത്രം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ നേരിട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആ സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം. കേരള മീഡിയ അക്കാദമിയുടെ ആഗോള മാധ്യമ പുരസ്കാരം നേടുന്ന നമ്മുടെ സ്വന്തം ശ്രീ ജോസി ജോസഫ് അവർകളാണ്. അന്വേഷണാത്മകമായ ജേർണലിസത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് നിരവധി മേഖലകളിൽ തൻ്റെ പക്ഷമില്ലാത്ത നിലപാടുകൾ സമ്മാനിച്ച വ്യക്തിത്വമാണ് ജോസി. അതുകൊണ്ട് തന്നെയാണ് കേരള മീഡിയ അക്കാദമി ഈ പുരസ്കാരത്തിന് വേണ്ടി അദ്ദേഹത്തെ സെലക്ട് ചെയ്തത് എന്നും അവാർഡ് ഏറ്റുവാങ്ങിയതിലുള്ള സന്തോഷവും നന്ദിയും അഭിനന്ദനങ്ങളും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഗ്ലോബൽ മീഡിയ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ ആദ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ആഗോള വ്യാപകമായി മീഡിയ ഫ്രീഡത്തിന് വേണ്ടി, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യം തകരുകയും ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഉദയം ചെയ്യുകയും ചെയ്യുന്ന ഈ കെട്ടകാലത്ത് ജീവൻ പണയപ്പെടുത്തി യഥാർത്ഥ വാർത്തകൾ, സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പോരാട്ടത്തിൻ്റെ കഥകൾ അതെല്ലാം ഈ മീഡിയ ഫെസ്റ്റിവലിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. സൗത്തിലെ മുഴുവൻ രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് കരുതാം. നമ്മുടെ പോലുള്ള ആഫ്രിക്കയിലെ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളെ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്കുള്ള ഒരു മാധ്യമ സമീപനത്തെക്കുറിച്ച് കൂടി ഈ ഗ്ലോബൽ ഫെസ്റ്റിവൽ ഗൗരവതരമായി ചർച്ച ചെയ്യും എന്ന് ഞാൻ കരുതുകയാണ്. There will be always group of people looking for unbiased information. You know, it's not like we should really focus more on not like people are not reading media or people are only consuming gossip or something. There will be group of people always that's going to read your stories if those stories would matter.
believe 100% Marian Kočner ordered the murder of Jan Kuciak. Jan Kuciak wrote extensively about his economic criminal activity. Lebo veľmi píšeš o veľmi zlých ľudí a ja sa veľmi bojím o teba. Ale môžete si byť istí, že začnem sa vám osobne začnem, pán Kuciak, špeciálne venovať. A to je vražda? No lebo vám to hovorím, pokojne vám to hovorím, začnem sa venovať špeciálne. Vám, vašej osobe, vašej matke, vašmu osobe a vašim súrodem. Ako náhle Som hrdý na svojich kolegov novinárov a novinárky, ktorí Janov odkaz pochopili. Ale ani tí najodvážnejší novinári nie sú sami spasiteľmi demokracie. And then I received a copy of the police investigation file, including the cell phones and computers of Marian Kočner. Here are the devices from the shooter, the driver, the middleman. We have SIM cards, tablets, computers. Tens of thousands of messages. The judge is asking Kočner how he should rule. That's how it works. We could prove the police is corrupted, the judges are corrupted. It was all there. This data could totally shake Slovakia. ജേർണലിസം അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തനം എന്ന സാധനമാണ് പാവലേൻ്റെ ജീവിതം. ലൈക്ക് ആ ഒരു സാധനം അവർ പറയുന്ന എന്തും ഈ ജേർണലിസത്തോട് റിലേറ്റഡ് ആണ്. നമ്മളും ഈ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തനത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സാധനം തന്നെയാണ് പാവലയെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പാവലയ്ക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ഒരു വരുന്നത് അവർ വരുമ്പോൾ ആ ഒരു ജേർണലിസം എന്നൊരു സാധനം നമ്മളെ ലിങ്ക് ചെയ്യുന്നുണ്ട്. പാവലയുടെ ജീവിതം ജേർണലിസത്തോടാണ്, ജേർണലിസമാണ് അവരുടെ ജീവിതം എന്നൊരു സാധനം അവരോട് സംസാരിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ അവരെന്ത് പറയുമ്പോഴും ഭയങ്കര ജസ്റ്റായിട്ട് പറയുന്ന കാര്യമാണ് എല്ലാ കാര്യങ്ങളും അതിൻ്റേത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ കുറച്ച് സംസാരിക്കാൻ ശ്രമിച്ചു അവരോട്, പക്ഷെ അവർക്ക് അത്ര പരിചയമല്ല. അതായത് നമ്മൾ പറയുന്ന വാക്കുകളും അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ടേംസും ഒന്നും അവർക്ക് അത്ര പരിചയമല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു. എന്നാലും ലോകത്തെല്ലാവരുടെയും നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ കാര്യങ്ങളായിട്ട് ലിങ്ക് കണക്ട് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും അവർ പറഞ്ഞവർക്ക് ഒരു കാര്യമുണ്ട്, ഈ ലൈക്ക് മൊത്തം യൂണിവേഴ്സലായിട്ട് ജേർണലിസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇപ്പം അത് ജെൻഡർ ബേസ്ഡ് ആണെങ്കിലുള്ള പ്രോബ്ലംസ്, അല്ലാത്ത കുറേ ഇപ്പം മീഡിയ ബിസിനസ് ആകുന്നവർ, അതൊക്കെ യൂണിവേഴ്സലായിട്ടുള്ള പ്രോബ്ലംസ് ആണെന്ന് മനസ്സിലാക്കി. മാധ്യമരംഗത്ത് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് അത്യന്താപേക്ഷികമാണെന്ന് കൈറ്റ് സിഇഒ ഡോക്ടർ അൻവർ സാദത്ത്. കേരള മീഡിയ അക്കാദമിയിൽ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാജ വാർത്തകളെ കണ്ടെത്താനും ഫാക്ട് ചെക്കിങ്ങിനും ആവശ്യമായ പരിശീലനവും തുടർ പരിപാടിയും ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി കേരള മീഡിയ അക്കാദമി ഫാക്ട് ചെക്കിംഗ് കോൺക്ലേവ് നടത്തുമെന്ന് അക്കാദമി ചെയർമാൻ RS ബാബു പറഞ്ഞു. ഈ വ്യാജത്തിനെതിരായിട്ടുള്ള വേട്ടയാടൽ, ഫേക്ക് ന്യൂസിനെതിരായിട്ടുള്ള വേട്ടയാടൽ അത് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഈ മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മലയാളത്തിലിറങ്ങുന്ന വ്യാജ വാർത്തകൾ ഇതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ ലെവൽ കോൺക്ലേവ് കേരള മീഡിയ അക്കാദമി ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഘടിപ്പിക്കുന്നതാണ്. മറ്റൊരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ പഠിക്കുന്നതും ചിന്തിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതും പ്രധാനമാണെന്ന് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത് തന്നെയാണ്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ.
സംസാരിക്കുന്നതിനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം. പത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പത്രവും ഉണ്ടായിക്കൊള്ളും. ഈ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ടെലിവിഷനും ഇന്റർനെറ്റും എല്ലാം ഉണ്ടായിക്കൊള്ളും. 2023 മെയ് 3 അക്കാദമിയിൽ സംഘടിപ്പിച്ച മാധ്യമ സ്വാതന്ത്ര്യ സംരക്ഷണ സംഗമം പരിപാടിയിൽ സെബാസ്റ്റ്യൻ പോൾ, KP സേതുനാഥ്, TM ഹർഷൻ, KUWJ സംസ്ഥാന സെക്രട്ടറി M ഷാജിൽ കുമാർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കും അക്കാദമിയുടെ പേരിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.